ശ്രീ അഹമ്മദ് ബാവയാണ്, മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അഹമ്മദ് ബാവ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് താങ്കളുടെ ജില്ല വിഭജിക്കണം എന്നുള്ള ഈ ആവശ്യത്തെ? നമസ്കാരം. നമസ്കാരമുണ്ട്. ഇതിപ്പം മീഡിയ ഒക്കെ വന്നതുകൊണ്ട് ഇങ്ങനെ ഇതിന്റെ ഈ ചർച്ചകളും ഇതുമൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ വിദേശത്ത് നിന്ന് ഇതിന് ഒപ്പുശേഖരണമൊക്കെ നടത്തിയിട്ട് രാഷ്ട്രപതിക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ്. ഈ രണ്ട് മതസംഘടനകൾ പറഞ്ഞതുകൊണ്ട് ഇതങ്ങനെ നടന്നോളൊന്നുമില്ല. ഇത് തീർച്ചയായിട്ടും വിഭജിക്കുക തന്നെ വേണം. ഇതിന്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പൊ വയനാടും കാസർഗോഡും ജില്ല എങ്ങനെ ഉണ്ടായതാ? ജന്മം കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ണൂരുകാരനാണ്, വയനാട്ടിലാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. അന്ന് വയനാട് ജില്ലയില്ല. അതിനുശേഷം വന്നതാണ് കാസർഗോഡ് ജില്ല. ഈ 45 ലക്ഷത്തോളം ജനങ്ങളെ വെച്ചുകൊണ്ട് ഒരു ജില്ല, അതിന്റെ നിയന്ത്രണങ്ങള്, അത് ഇതൊക്കെ. പിന്നെ ഇതിനെ എതിർക്കുന്നവര് കുട്ടികൾ കൂടുതൽ ഉണ്ടാകുക. കുട്ടികൾ കൂടുതൽ ഉണ്ടാകുന്നത് ജില്ലയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല. അതിനൊക്കെ ചില കാരണങ്ങൾ വേറെ ഉണ്ട്. അതൊന്നും ഇപ്പൊ ഈ ഫ്ലോറിൽ നമ്മൾ പറയണ്ട. പിന്നെ ഇപ്പൊ സൂപ്പി വെള്ളമുണ്ട പറഞ്ഞു. ഞാൻ തേറ്റമലക്കാരനാണ്. സൂപ്പി വെള്ളമുണ്ട പിന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കട്ടെ. വെള്ളമുണ്ടെന്ന് 1 കിലോമീറ്ററും കൂടി പോയാൽ തേറ്റമല എന്ന് പറയും. അവിടെ ജനിച്ച് വളർന്നവനാണ് ഞാൻ. ഈ മലപ്പുറം ജില്ല രൂപീകരിച്ചത് EMS ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് വരുന്നത് അതൊന്നും അല്ല ഇതിന്റെ സത്യം. അതും കുറെ നീണ്ടു സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ജില്ല വിഭജിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് എനിക്ക്. ഇനിയിപ്പോ ജില്ല വിഭജിച്ചിട്ട് ഇപ്പോ സാറ് പറഞ്ഞ പോലെ ഓരോരോ മതത്തിലുള്ള ആൾക്കാരെ നോക്കിയിട്ടപ്പോ ഈ ഉള്ള ജില്ലകളൊക്കെ വന്നത്. ഞാൻ എന്റെ ഹെഡ് മാസ്റ്റർ പത്തനംതിട്ടക്കാരനായിരുന്നു, ഒരു ബഹുമാനപ്പെട്ട ബാലപ്പണിക്കർ സാറ്. അദ്ദേഹത്തിന്റെ ഇതുകൊണ്ടാണ് ഞാൻ സിഗരറ്റ് വലി തന്നെ നിർത്തിയത്. പിന്നെ അന്ന് പത്തനംതിട്ട ജില്ലയില്ല. ഇടുക്കി ജില്ല എത്രത്തോളം ചെറുതാണ്, ഇടുക്കി ജില്ലയുണ്ട്. ഈ ജനസംഖ്യ വെച്ചുകൊണ്ട് ഇതാവരുത്. പക്ഷെ ഇതിൽ രാഷ്ട്രീയ പാർട്ടികൾ, ഒരു രാഷ്ട്രീയ പാർട്ടിയും അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു ഗൗരവപരമായിട്ട് കാണേണ്ട കാര്യമാണ്. ഞാനൊരു ലീഗുകാരനാണെങ്കിലും അതിൽ ചില സംഗതികൾ ഉണ്ടാകും. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു അഭിപ്രായം വരാത്തത്. ലീഗ് അവിടെ ജില്ലാ പഞ്ചായത്ത് ഭരണത്തിലിരിക്കുമ്പോൾ പ്രമേയം പാസാക്കിയതാണ്. പിന്നെ KN ഖാദറാണ് നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ കൊണ്ടുവന്നത്. ലീഗിന് ആ കാര്യത്തിൽ KN ഖാദറൊക്കെ വളരെ വിശദമായി സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ അവർ അഭിപ്രായം പറയുന്നില്ല. അതൊക്കെ സംബന്ധിച്ചു സാറ് പറഞ്ഞതിന്റെ ഇതിലൊരു നല്ലൊരു പോയിന്റ് അതിന് മുന്നേ പറഞ്ഞല്ലോ. അപ്പൊ അത് അങ്ങനെ ഉണ്ട്. അതിപ്പോ ഞാനൊരു ലീഗുകാരനായതുകൊണ്ട് ഞാനും അങ്ങനെ വല്ലാതെ തള്ളി പറയാനൊന്നും തയ്യാറായിരുന്നില്ല.